എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എടുത്തു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ പോയി. അവിടെയാണ് ഒരു വിഷ്വലൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്ന വിഷ്വലൈസേഷൻ, ദർ ഇസ് ഓൺലി 3 സിനാരിയോസ് അറ്റ് പ്ലേ. വൺ പ്ലേസ് യു ഗ്രോയിങ്, കമ്പനി ഗ്രോയിങ്, എവറി വൺ ഹാപ്പി. ബിഗർ ഹയർ ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും വിഷ്വലൈസേഷൻ ഉണ്ടാവണമെന്നില്ലല്ലോ. ഹൂ നോസ് ദ വിഷ്വലൈസേഷൻ, അയാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കമ്പനിക്ക്. ആ കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ചും ധാരണ ഉണ്ടാവണം, ആളുടെ ഗ്രോത്തിനെ കുറിച്ചും ധാരണ ഉണ്ടാവണം. Scenario 2, he is growing as a person, but the company is not growing. For some reason, maybe strategic mistake, some issue, but he is growing. Then he should move out. He will move out. Correct? He will look at other opportunities. വേറെ സ്ഥലങ്ങളിൽ നോക്കും. തെറ്റ് പറയാൻ പറ്റുമോ? പറ്റില്ല. മൂന്നാമത്തെ സാഹചര്യം, കമ്പനി ഈസ് ഗ്രോയിങ്, ഹി ഈസ് നോട്ട് ഗ്രോയിങ്. കമ്പനി സ്ട്രാറ്റജിക്കലി ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്, പക്ഷേ ഇദ്ദേഹം ഇപ്പോഴും പഴയ ആനപ്പുറത്തിരിക്കുകയാണ്. മനസ്സിലായി? പഴയ താഴ്മ്പും പറഞ്ഞിരിക്കുകയാണെങ്കിൽ നടക്കുമോ? നടക്കൂല. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പീരിയോഡിക് ആണ്. നമ്മൾ വേണമെങ്കിൽ എപ്രൈസൽ എന്ന് പറയാം. എപ്രൈസലിനെക്കാട്ടി ഉപരി വേറൊരു പ്രോസസ്സ് കൂടെ അത് അറിയിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. അവർക്ക് അറിയാൻ പറ്റും. ക്ലിയർ ധാരണയിലല്ലേ പറയണേ, ആർ യു ഗ്രോയിങ്, ദ കമ്പനി ഗ്രോയിങ്.